Good afternoon. Today we are going to discuss the next topic in module 5, that is relative income hypothesis. We have discussed the absolute income hypothesis of J.M. Keynes in the previous class. Today we are going to discuss about relative income hypothesis of James S. Duesenberry. J.S. Duesenberry's theory of relative income. J.S. Duesenberry or James S. Duesenberry's theory of relative income. That is, we are going to discuss. So, in the previous topic, that is in the absolute income hypothesis, we have said that an individual's consumption depends on his absolute income. The individuals, when the individual's income increase, the consumption of that particular individual also increases, but less than the increase in income. But here, this relative income hypothesis states that the satisfaction or utility of an individual is derived from a given consumption level, and it depends on his relative magnitude in the society, that is relative to the average consumption rather than its absolute level. So the satisfaction or utility an individual derives from a given consumption level. അതായത് ഒരു ഇൻഡിവിജ്വലിന്, ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക കൺസംഷൻ ലെവലിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഇൻ ദ സൊസൈറ്റി. അതെന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? സമൂഹത്തിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് അതിന് എത്രത്തോളം അതിൻ്റെ എക്സ്റ്റെൻ്റ് ഉണ്ട്, ആ സാറ്റിസ്ഫാക്ഷൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് അതിന് എത്രത്തോളമാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ അളവ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. റിലേറ്റീവ് ടു ആവറേജ് കൺസംഷൻ, അതായത് എന്താണ്, ശരാശരി കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും റാദർ ദാൻ ഇറ്റ്സ് ആബ്സല്യൂട്ട് ലെവൽ. അല്ലാതെ അയാൾക്ക് കിട്ടുന്ന മൊത്തം കൺസംഷനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് അയാൾ ചെയ്യുന്ന കൺസംഷനിൽ നിന്ന് കിട്ടുന്ന എന്താണ് ആ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സാറ്റിസ്ഫാക്ഷൻ എത്ര, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അല്ലാതെ അയാളുടെ ആബ്സലൂട്ട് അയാൾക്ക് അതിൽ നിന്ന് കിട്ടിയ മൊത്തം സാറ്റിസ്ഫാക്ഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കത്തില്ല നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. മറ്റുള്ളവരുടെ സാറ്റിസ്ഫാക്ഷൻ എത്രയുണ്ടോ അതുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എത്രത്തോളമാണ് മറ്റുള്ളവരുടെ സാറ്റിസ്ഫാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നാണ് അയാളുടെ റിലേറ്റീവ് പൊസിഷനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതായത് കൺസംഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ആബ്സലൂട്ട് ഇൻകം. അയാളുടെ ആബ്സലൂട്ട് ഇൻകത്തിൻ്റെ ഒരു ഫംഗ്ഷൻ അല്ല കൺസംഷൻ എന്ന് പറയുന്നത്. അതായത് കൺസംഷൻ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അയാളുടെ ആബ്സലൂട്ട് ഇൻകം അല്ല, ബട്ട് ഫംഗ്ഷൻ ഓഫ് ഹിസ് പൊസിഷൻ ഇൻ ദ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ സൊസൈറ്റി. പക്ഷേ അയാളുടെ സമൂഹത്തിലെ വരുമാന വിതരണത്തിൽ അയാളുടെ പൊസിഷൻ എന്താണ്, അയാളുടെ സ്ഥാനം എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അയാളുടെ കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ കൺസംഷൻ, ഒരു വ്യക്തിയുടെ കൺസംഷൻ ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഹിസ് ആബ്സലൂട്ട് ഇൻകം ബട്ട് ഹിസ് റിലേറ്റീവ് പൊസിഷൻ ഇൻ ദ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ സൊസൈറ്റിയിൽ സമൂഹത്തിൻ്റെ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ, വരുമാന വിതരണത്തിൽ അയാളുടെ മറ്റുള്ളവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ അയാളുടെ പൊസിഷൻ എവിടെയാണോ, അയാളുടെ സ്ഥാനം എത്രയാണോ, അയാളുടെ വരുമാനം എത്രയാണോ അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് പറയുന്നത്. ആബ്സലൂട്ട് ഇൻകം ഹൈപ്പോത്തിസിൽ പറയുന്നത് അയാളുടെ മൊത്തം വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇൻകം ഇരിക്കുന്നത്, അല്ല കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിൽ അയാളുടെ കൺസംഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ആബ്സലൂട്ട് ഇൻകം. അതിനെ തീരുമാനിക്കുന്ന ആബ്സലൂട്ട് ഇൻകം അല്ല, ബട്ട് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഹിസ് പൊസിഷൻ ഇൻ ദ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൊസൈറ്റി. സമൂഹത്തിലെ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ അയാളുടെ സ്ഥാനം എവിടെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അയാളുടെ കൺസംഷൻ എന്നാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിൽ കൊണ്ടുവന്നത്. അപ്പം this is a postulate, or this is a law which is acknowledged by many psychologists as well as sociologists, that is individuals care about status. അപ്പം അതായത് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സോഷ്യോളജിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും പറയുന്ന ഒരു തത്വമാണ്, പോസ്റ്റുലേറ്റാണ്. അതായത് ഇൻഡിവിജ്വൽസ് കെയർ അബൌട്ട് സ്റ്റാറ്റസ്. വ്യക്തികൾ എന്തിനു കൂടുതൽ പ്രാധാന്യം കൊടുക്കും? സ്റ്റാറ്റസിന് പ്രാധാന്യം കൊടുക്കും. സമൂഹത്തിലെ അവരുടെ പൊസിഷന്, അവരുടെ സ്റ്റാറ്റസിന് പ്രാധാന്യം കൊടുക്കും എന്നുള്ള ഒരു തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു തിയറിയാണ് ഈ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. So this relative income hypothesis was introduced into economics by James Duesenberry. He is an American economist. James S. Duesenberry
an American economist has introduced this theory into economics. That is called relative income hypothesis, and this is introduced by James Dusenberry, who is an American economist. So his ideas about consumption behavior was proposed in the year 1949 through his book called Income, Saving and the Theory of Consumer Behavior. So his book was published in the year 1949, and the name of the book is Income, Saving and the Theory of Consumer Behavior. Income, Saving and the Theory of Consumer Behavior. That was the book written by James S. Dusenberry. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കൺസംഷൻ ഈസ് റിലേറ്റീവ് ടു അതേഴ്സ് കൺസംഷൻ ആസ് വെൽ ആസ് ടു റിലേറ്റീവ് ഇൻകം. കൺസംഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മറ്റുള്ളവരുടെ കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല മറ്റുള്ളവരുമായി തട്ടിച്ച് നോക്കുമ്പോൾ അയാളുടെ വരുമാനം എത്രയുണ്ടോ അതിനെ ആശ്രയിച്ചിരിക്കുന്നു കൺസംഷൻ. പിന്നെയും പറയുന്നത് കൺസംഷൻ ഡിപ്പെൻഡ്സ് ഓൺ എ പേഴ്സൺസ് പൊസിഷൻ ഇൻ ദ സൊസൈറ്റി കമ്പയർഡ് ടു അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള അയാളുടെ സ്ഥാനം എത്ര, അയാളുടെ പൊസിഷൻ എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൺസംഷൻ തീരുമാനിക്കപ്പെടുന്നത്. കൺസംഷൻ ഈസ് ഇറിവേഴ്സിബിൾ ഓവർ ടൈം. അതായത് കൺസംഷൻ നമുക്ക് എന്താ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, തിരിക്കാൻ പറ്റില്ല. അതായത് ഇൻകം ഫോളോ ചെയ്യുമ്പം നമ്മൾ നേരത്തെ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസിൽ പറഞ്ഞു ഇൻകം വർദ്ധിക്കുമ്പോൾ കൺസംഷൻ വർദ്ധിക്കും, അതേസമയം ഇൻകം കുറയുമ്പോൾ കൺസംഷൻ അതേപോലെ കുറയുന്നു. അതപ്പോൾ റിവേഴ്സിബിൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിൽ പറയുന്നത് വെച്ചാൽ കൺസംഷൻ ഈസ് ഇറിവേഴ്സിബിൾ എന്നാണ്. അതായത് ഇൻകം വർദ്ധിക്കുമ്പോൾ കൺസംഷൻ വർദ്ധിക്കും, ബട്ട് വെൻ ഇൻകം ഫോൾ കൺസംഷൻ വിൽ നോട്ട് ഫോൾ അറ്റ് ദ സെയിം റേറ്റ്. അതായത് ഇൻകം കുറയുമ്പോൾ കൺസംഷൻ അതേ നിരക്കിൽ കൺസംഷനിൽ എന്തുണ്ടാവില്ല, കുറവുണ്ടാവില്ല എന്നാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിൽ പറയുന്നത്. പിന്നെ കൺസ്യൂമേഴ്സ് വാണ്ട് ടു മെയിൻറ്റെയിൻ ദെയർ ഓൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതായത് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും, അവർ നേരത്തെ ഇൻകം കൂടിയപ്പോൾ അവരുടെ ഇൻകം വർദ്ധിച്ചപ്പോൾ അവരുടെ കൺസംഷൻ അവർ വർദ്ധിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻകം കുറയുമ്പോൾ അവർ കൺസംഷൻ കുറയ്ക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അവരിപ്പോഴും അവരുടെ പഴയ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ജീവിത നിലവാരം നിലനിർത്താനായിട്ട് തീരുമാനിക്കുന്നു. അതാണ് ഡ്യൂസൻബറി. അക്കോർഡിംഗ് ടു ഡ്യൂസൻബറി, C is equal to A plus BYT plus BYT minus 1. Consumption is equal to A plus BYT plus BYT minus 1. A means autonomous consumption plus B means propensity, MPC, marginal propensity to consume. YT means income during the time period T plus by T minus 1 is equal to income during the ടൈം പീരീഡ് T minus 1, അതിന് തൊട്ട് പ്രീവിയസ് ഇയറിലെ ഇൻകം എന്നാണ് ഡ്യൂസൻബറിയുടെ ഒരു കൺസംഷൻ്റെ ഒരു ഇക്വേഷനായിട്ട് അദ്ദേഹം പറയുന്നത്. അതായത് ഇഫ് വൺ പേഴ്സൺസ് ഇൻകം റൈസ് ആൻഡ് ഇൻകംസ് ഓഫ് ഓൾ അതേഴ്സ് ഓൾസോ ഇൻക്രീസ് അറ്റ് ദ സെയിം റേറ്റ്, ദെൻ കൺസംഷൻ ഫംഗ്ഷൻ ഷിഫ്റ്റ് അപ്വേർഡ്സ്. അതായത് ഒരു വ്യക്തിയുടെ ഇൻകം വർദ്ധിക്കുന്നു, അതോടൊപ്പം തന്നെ ദ ഇൻകംസ് ഓഫ് ഓൾ അതർ പീപ്പിൾ ഓൾസോ ഇൻക്രീസ്, ദെൻ ദ കൺസംഷൻ ഫംഗ്ഷൻ വിൽ ഷിഫ്റ്റ് അപ്വേർഡ്സ്. When the income of the whole society increases, the consumption function will shift upwards. Consumption function എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. Relative position will not change and there will be no change in consumers C by Y or APC. അതായത് ഒരു വ്യക്തിയുടെ റിലേറ്റീവ് പൊസിഷനിൽ മാറ്റം വരുത്തുന്നില്ല. കാരണം ഒരു വ്യക്തിയുടെ ഇൻകം വർദ്ധിക്കുമ്പോൾ സമൂഹത്തിൻ്റെ മൊത്തം ഇൻകം വർദ്ധിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായി എന്ത് ചെയ്യും? കൺസംഷൻ ഷിഫ്റ്റ് ചെയ്യും. അതായത് നേരത്തെ ഉണ്ടായിരുന്ന അയാളുടെ പൊസിഷനിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് APC അല്ലെങ്കിൽ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിൽ വ്യത്യാസം ഉണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത്. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആസ് വെൽ ആസ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പം ഈ തിയറി നമ്മൾ കൂനയുടെ ഫൈൻഡിങ്സ് പറയുന്നത് അങ്ങനെയാണ്. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം APC കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് കൂനയുടെ തിയറി പറയുന്നത്. അപ്പോൾ കൂനയുടെ ഒരു ഫൈൻഡിങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തിയറിയാണ് ഡ്യൂസൻബറിയുടെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ റിലേറ്റീവ് ഇൻകത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. അതായത് ഒരാളുടെ ഇൻകം വർദ്ധിക്കുന്നതോടൊപ്പം സമൂഹത്തിലെ മൊത്തം ഇൻകം വർദ്ധിക്കുകയാണ്. അപ്പോൾ അയാളുടെ റിലേറ്റീവ് പൊസിഷൻ മറ്റുള്ളവരുമായിട്ട് ആശ്രയിച്ച് നോക്കുമ്പോൾ അയാൾ മാത്രമല്ല മുകളിലേക്ക് പോയത്, മറ്റുള്ളവരെല്ലാം മുകളിലേക്ക് പോയിട്ടുണ്ട്. റിലേറ്റീവ് പൊസിഷനിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് റിലേറ്റീവ് ഇൻകം മാറുന്നില്ല. അതുകൊണ്ട് ദേ വിൽ സ്പെൻഡ് ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് ദെയർ ഇൻകം ഓൺ കൺസംഷൻ. സോ നേരത്തെ ഉണ്ടായിരുന്ന ഇൻകത്തിന് വേണ്ടി കൺസംഷന് വേണ്ടി ചിലവഴിച്ചിരുന്ന അതേ പ്രൊപ്പോർഷൻ തന്നെ അവർ കൺസംഷന് വേണ്ടിയും ചിലവഴിക്കുമെന്നാണ് പറയുന്നത്. This is the figure for Dusenberry's theory. Here this is this 45-degree line y is equal to C plus S. Y is equal to C plus S means income is spent for consumption plus savings. ഇൻകം നമ്മൾ കൺസംഷൻ സേവിങ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിവിടെ നമ്മൾ കാണിക്കുന്ന ഇൻകം ഇൻകം ഇൻക്രീസസ് ഫ്രം Y1 to Y2.
Y1 നിന്ന് Y2ലേക്ക് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കൺസംഷൻ കർവ് ഷിഫ്റ്റ് ഫ്രം C1 ടു C1. C ടു C ഡാഷ് ആണ്, C1 അല്ല. കൺസംഷൻ ഫംഗ്ഷൻ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു? സിയിൽ നിന്ന് ഇൻകം Y1 നിന്ന് Y2ലേക്ക് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൺസംഷൻ ഷിഫ്റ്റ് ഫ്രം C ടു C ഡാഷ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ കൺസംഷൻ ഇൻകം വർദ്ധിക്കുമ്പോഴത്തേക്ക് കൺസംഷനിൽ വർധന ഉണ്ടാവുകൊണ്ട് അതുകൊണ്ട് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഉണ്ടാവുക. അതായത് ഇൻകത്തിൽ വർധന ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കൺസംഷനിലും വർധന ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, അതായത് കൺസംഷൻ ഡിവൈഡഡ് ബൈ ഇൻകം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്നാണ് തിയറിയിൽ പറയുന്നത്. സോ ഡ്യൂസൻബെറി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് 2 കോൺസെപ്റ്റ്സ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ട് ഹി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് 2 കോൺസെപ്റ്റ്സ്. വൺ ഈസ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ആൻഡ് ദ അതർ ഈസ് റാഷേ ഇഫക്റ്റ്. RACHET എന്നാണ് സ്പെല്ലിങ്. അതിനുശേഷം നമ്മൾ വായിക്കുന്ന റാഷേ എന്നാണ്. റാഷേ ഇഫക്റ്റ്, ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ആസ് വെൽ ആസ് റാഷേ ഇഫക്റ്റ്. These were the 2 concepts introduced by Duesenberry to explain his theory. So one is demonstration effect and other is Rasché effect. And first we are going to discuss about demonstration effect. Demonstration effect is also called as Duesenberry effect. Demonstration effect is also called as also known as Duesenberry effect. Duesenberry effect means households try to imitate the consumption habits of neighbors. It means the households have a tendency to imitate the consumption habits of neighbors. ഹൗസ്ഹോൾഡ്സിന് എന്താണ്? അവരുടെ അയൽക്കാരുടെ കൺസംഷൻ ഹാബിറ്റ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡ്യൂസൻബെറി ഇഫക്റ്റ് ഓർ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്. ഡെമോൺസ്ട്രേറ്റ് മീൻസ് ഇമിറ്റേറ്റ്. ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് മീൻസ് the tendency of the households to imitate the consumption pattern habits of neighbors is called Duesenberry effect or demonstration effect. Demonstration effect or Duesenberry effect means the households have a tendency to imitate the consumption habits of their neighbors. That is called demonstration effect. Then comes Rasché effect. Rasché effect means when income of an individual falls, the consumption expenditure does not fall to that extent. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻകം കുറയുമ്പോൾ, ഇൻകം വർദ്ധിക്കുമ്പോൾ കൺസംഷൻ വർദ്ധിക്കുന്നു. പക്ഷേ വെൻ ഇൻകം ഫോൾസ് ദ കൺസംഷൻ ഡസ് നോട്ട് ഫോൾ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഇൻകം കുറയുമ്പോൾ എന്ത് സംഭവിക്കത്തില്ല? കൺസംഷൻ അത്ര കണ്ട് കുറയില്ല. കാരണം എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു കൺസംഷൻ ഇൻകം റിലേഷൻ ഈസ് ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞു. നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അതിന് റിലേഷൻ. അതായത് അപ്പോൾ എന്താണ്? കൺസ്യൂമേഴ്സ് ദേ ആർ നോട്ട് റെഡി ടു ഗോ ബാക്ക് ടു ദ ഓൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അവർക്ക് പഴയ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ല. ദാറ്റ് ഈസ് കോൾഡ് റാഷേ ഇഫക്റ്റ്. റാഷേ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത് അതിനെയാണ്. വെൻ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഓൾസോ ഇൻക്രീസ്, ബട്ട് വെൻ ഇൻകം ഫോൾസ് കൺസംഷൻ ഡു നോട്ട് ഫോൾ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. That is called Rasché effect because consumption income relation is irreversible. Consumption income relation irreversible ആണ്. ആ റിലേഷൻഷിപ്പിനെ വിളിക്കുന്ന പേരാണ്, ആ തിയറിയെ വിളിക്കുന്ന പേരാണ് റാഷേ ഇഫക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കത് ഈ ഫിഗറിൻ്റെ സഹായത്തോടുകൂടി, നമ്മൾ നേരത്തെ വരച്ച അതിൻ്റെ ഫിഗറിൻ്റെ സഹായത്തോട് ചെറിയൊരു വ്യത്യാസം നമ്മൾ പറയാണ്. നമ്മളിവിടെ പറഞ്ഞ ഇൻകം ഇൻക്രീസസ് ഫ്രം Y1 to Y2, ദെൻ കൺസംഷൻ ഓൾസോ ഇൻക്രീസസ് ഫ്രം C to C ഡാഷ്. സിയിൽ നിന്ന് C ഡാഷിലേക്ക് വർദ്ധിക്കുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നു. പക്ഷേ ഇൻകം നമ്മൾ തിരിച്ച് നേരെ നോക്കാം. വെൻ ഇൻകം ഫോൾസ് ഫ്രം Y2 to Y1, Y2ൽ നിന്ന് Y1ലേക്ക് നേരെ തിരിച്ച് ഇൻകം കുറയുകയാണെങ്കിൽ കൺസ്യൂമർ ഈസ് നോട്ട് റെഡി ടു റെഡ്യൂസ് ഹിസ് കൺസംഷൻ ടു ഇനീഷ്യൽ ലെവൽ C0. അപ്പോൾ Y2ൽ നിന്ന് വെൻ Y1 വാസ് ദ ഇൻകം, കൺസംഷൻ വാസ് C0. Y1 ഇൻകം ആയിരുന്നപ്പോൾ കൺസംഷൻ എത്രയായിരുന്നു? C0 ആണ്. വെൻ ഇൻകം ഇൻക്രീസസ് ടു Y2, കൺസംഷൻ കർവ് ഷിഫ്റ്റ്സ്. ഇൻകം Y2ലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് കൺസംഷൻ ഷിഫ്റ്റ് ചെയ്തു. എത്രയായിട്ട് വർദ്ധിച്ചു? ദാറ്റ് ഈസ് C ഡാഷിലേക്ക് കൺസംഷൻ ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് C0യിൽ നിന്ന് C1 ആയിട്ട് കൺസംഷൻ കൂടി. പക്ഷേ വീണ്ടും നമ്മളിപ്പം സപ്പോസ് ഇൻകം ഫോൾസ് ഫ്രം Y2 to Y1, Y2ൽ നിന്ന് Y1ലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൺസംഷൻ എവിടേക്ക് വരേണ്ടതാണ്? C0യിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. ബട്ട് ഹിയർ കൺസംഷൻ ഈസ് ഫോളോയിങ് ടു only to C2. എവിടേക്കാണ് കൺസംഷൻ ഫോളോ ചെയ്യുന്നത്? C2ലേക്ക് മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. അതായത് മുകളിലത്തുള്ള പുതിയ ഒരു കൺസംഷൻ ലെവലിൽ തന്നെയാണ് കൺസംഷൻ നിൽക്കുന്നത്. നേരത്തെയുള്ള പഴയ കൺസംഷൻ സി എന്ന് പറയുന്ന ഒറിജിനൽ കൺസംഷൻ കർവിലേക്ക് കൺസംഷൻ താഴുന്നില്ല. C0 ആണ് ഒറിജിനൽ കൺസംഷൻ. Y1 നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ C0 ആയിരുന്നു കൺസംഷൻ. പക്ഷേ Y2 ആയപ്പം അത് കൺസംഷൻ കർവ് ഷിഫ്റ്റ് ചെയ്ത് ഇൻകം കൂടിയപ്പോഴത്തേക്ക് കൺസംഷൻ ഷിഫ്റ്റ് ചെയ്തു. അത് C0യിൽ നിന്ന് C1 എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ ആ C1 എന്ന് പറയുന്ന അതിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? Y2ൽ നിന്ന് ഇൻകം Y1 ആയിട്ട് കുറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് എവിടേക്ക് എത്തണം?
എത്തേണ്ടതാണ്, യഥാർത്ഥത്തിൽ C0 എത്തേണ്ടതാണ്. പക്ഷേ അതിന് പകരം C1 നിന്ന് C2, അതായത് ഉയർന്ന ഒരു കൺസംഷൻ കർവായ C1 C2 എന്ന പോയിന്റിലേക്ക് മാത്രമാണ് കൺസംഷൻ കുറയുന്നത്. അപ്പോൾ അത് പറയുന്നത് വെച്ചാൽ എന്താണ്, കൺസ്യൂമേഴ്സ് ആർ നോട്ട് റെഡി ടു റെഡ്യൂസ് ദെയർ കൺസംഷൻ ടു ദ ഇനിഷ്യൽ ലെവൽ ബിക്കോസ് their consumption income relation is irreversible. അവർ പഴയ ലെവലിലേക്ക് പോകാനായിട്ട് തയ്യാറാവുന്നില്ല. അവരുടെ കൺസംഷൻ ഇൻകം റിലേഷൻ എന്ന് വെച്ചാൽ ഇറിവേഴ്സിബിൾ ആണ്, നേരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ ഇതാണ് ഡ്യൂസൻബെറിയുടെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ചുരുക്കം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കൺസ്യൂമറുടെ കൺസംഷൻ എന്ന് പറയുന്നത് അയാളുടെ റിലേറ്റീവ് ഇൻകത്തെ ആശ്രയിച്ചിരിക്കുന്നു. അയാളുടെ റിലേറ്റീവ് പൊസിഷൻ സൊസൈറ്റിയിൽ അയാളുടെ മറ്റുള്ളവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ അയാളുടെ റിലേറ്റീവ് പൊസിഷൻ എന്താണോ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. അയാളുടെ റിലേറ്റീവ് ഇൻകത്തെ മറ്റുള്ളവരുമായിട്ട് ആശ്രയിച്ച് നോക്കുമ്പോൾ അയാളുടെ റിലേറ്റീവ് ഇൻകത്തെ ആശ്രയിച്ചായിരിക്കും കൺസംഷൻ ഉണ്ടാകുന്നത് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. കേൾക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക.